ഹായ് ഹലോ, ഞങ്ങൾ കൽക്കട്ട താഗർപൂർ എത്തിയിട്ട് ഞങ്ങൾ വേറെ എവിടേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾക്ക് ക്ലാസ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായ കാരണം. അപ്പം ഇന്ന് ഞങ്ങൾ കൃഷ്ണനഗർ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പം ഞങ്ങൾക്ക് ഈ സ്ഥലം അത്ര പരിചയമില്ലാത്ത കാരണം ഇവിടെയുള്ള ഞങ്ങളുടെ അച്ഛൻ ഒരു പയ്യനെയും കൂടി ഞങ്ങളുടെ കൂടെ വിട്ടു. അത് ഭയങ്കര സൗകര്യമായിട്ട്. പിന്നെ അവനാണെങ്കിലോ ഭയങ്കര ജോളിയായിരുന്നു, ഭയങ്കര രസമായിട്ട് അവൻ ഞങ്ങൾ കൊണ്ടുപോയിട്ട്. കൊച്ചു പയ്യനാണെങ്കിലും വളരെ കമ്പനി അടിച്ച് വളരെ രസമായിട്ട് പോയി. ഇപ്പം ഞങ്ങൾ താഗർപൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇവിടുത്തെ ലോക്കൽ ട്രെയിൻ കാത്തുക്കണം. 5 രൂപ ലോക്കൽ ട്രെയിൻ കൃഷ്ണനഗർ പോകാനായിട്ട്. നല്ല തിരക്കുണ്ടായിരുന്നു, കണ്ടപ്പോൾ കുറച്ച് ടെൻഷനൊക്കെ ആയി. തിരക്കുള്ളതുകൊണ്ട് നമുക്ക് ഇരിക്കാൻ സീറ്റൊന്നും കിട്ടില്ല. പക്ഷെ നമുക്ക് താഗർപൂർ നിന്നാകെ 15 മിനിറ്റ് സമയമുള്ളൂ ഈ കൃഷ്ണനഗറിലേക്ക്. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഈ പള്ളി കൃഷ്ണനഗർ രൂപതയുടെ കീഴിലുള്ള പള്ളിയാണ് ഈ താഗർപൂർ പള്ളി. അപ്പം ഞങ്ങൾ ആദ്യം പോകുന്നത് കൃഷ്ണനഗർ രൂപതയുടെ കത്തീഡ്രൽ പള്ളിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നമ്മൾ കൃഷ്ണനഗർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. നമ്മുടെ നാട്ടിലെ ഓട്ടോ ഉള്ള പോലെ തന്നെയാണ് ഇവിടുത്തെ ടോട്ടോ അടിപൊളി. അപ്പോൾ നമ്മൾ ഈ ടോട്ടോ എടുത്തിട്ടാണ് നമ്മൾ കൃഷ്ണനഗർ കത്തീഡ്രലിലേക്ക് പോയത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു ടോട്ടോ ഇരിക്കുകയാണ് നമ്മൾ അങ്ങോട്ട് പോകാനായിട്ടും. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് ഈ ടോട്ടോ കാണാൻ പറ്റും. എല്ലാവരും യാത്രകൾക്ക് എടുക്കുന്നത് ഈ ടോട്ടോ ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് നിൽക്കുന്ന സമയത്ത് ആ കത്തീഡ്രൽ പള്ളിയുടെ തൊട്ട് ഫ്രണ്ടിലാണ് കുരിശിൻ്റെ വഴിയുടെ ഒരു ചിത്രീകരണം കണ്ടത്. വളരെ മനോഹരമായൊരു ചിത്രീകരണം, ശരിക്കും നല്ല റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്ന നമ്മുടെ ടാമ്പിൾ പോലുള്ള ചിത്രീകരണം. അപ്പോൾ അത് കണ്ട് ഇതാണ് കൃഷ്ണനഗർ കത്തീഡ്രൽ പള്ളി. വളരെ നല്ല ഒരു പള്ളി. ഞങ്ങൾ അവിടെ കയറി പ്രാർത്ഥിച്ചു, കുറച്ച് നേരമൊക്കെ ഇരുന്ന്. വളരെ നല്ല രസമായിരുന്നു അവിടെ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട്. ഇതാണ് ക്രൈസ്റ്റ് മന്ദിർ എന്ന് പറയുന്ന ഒരു ദേവാലയം. ഇത് ദേവാലയത്തേക്കാൾ ഉപരി വളരെ മനോഹരമായിട്ട് യേശുവിൻ്റെ ജനനം മുതൽ മരണം വരെ, യേശുവിൻ്റെ പീഡാനുഭവ രഹസ്യങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായ രീതിയിൽ അവരിവിടെ കൊത്തി വെച്ചിട്ടുണ്ട് സ്റ്റാച്യുവിൻ്റെ രൂപത്തിൽ. വളരെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ. എന്ത് രസമാണെന്ന് അറിയാം അത് കാണാനായിട്ട്. ശരിക്കും നമുക്ക് നല്ല രസമായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ മറിയത്തിന് മംഗളവാർത്ത ലഭിക്കുന്നു, അവർ ഈശോയുടെ ജനനം, ഈശോയെ സമർപ്പിക്കുന്നു, ഈശോയെ ദേവാലയത്തിൽ കാണാതാകുന്നു, ഈശോയുടെ ജ്ഞാനസ്നാനം, അങ്ങനെ തുടങ്ങിയ എല്ലാ മനോഹരമായ രീതിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്തത് പോയത് 18ാം സെഞ്ചുറിയിൽ ഇവിടുത്തെ രാജാവായിരുന്ന രാജകൃഷ്ണ ചന്ദ്രറായി ഉണ്ടായിരുന്ന രാജ്യഭാരി എന്ന കൊട്ടാരം കാണാൻ വേണ്ടി പോയി. അതിനുശേഷം നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഇത്രയും നമ്മൾ കണ്ടത്. എന്നിട്ട് നമ്മൾ നേരെ തിരിച്ച് കൃഷ്ണനഗർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അപ്പോൾ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓസ്റ്റിൻ അച്ചടത്ത് വേറൊരാൾ. പിന്നെ ഞങ്ങൾ നേരെ ട്രെയിനൊക്കെ എടുത്ത് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നു, താഗർപൂരിലേക്ക് വന്നു. വളരെ മനോഹരമായിരുന്നു ക്രൈസ്റ്റ് മന്ദിരും പിന്നെ 18ാം സെഞ്ചുറിയിലൊക്കെ നിർമ്മിച്ച കൊട്ടാരം കാണാൻ പറ്റിയതൊക്കെ വളരെ മനോഹരമായി. അപ്പോൾ ഒത്തിരി സന്തോഷം. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരും ഓക്കെ, താങ്ക് യു.